ബാ. അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. പഠിച്ചോനെ ഇപ്പൊ പണി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് വേഗം ചാടി എണീച്ച പാലും കൂടി ഞാൻ വാങ്ങിച്ചു കേട്ടോ. ആദ്യം തന്നെ ഈ സീൻ ഇവിടെ പതിവുള്ള കേട്ടോ. ആരാദ്യം എണീക്കണം അവര് പോയി പാലെടുത്തോണ്ട് വരാം. പാല് കാണുമ്പോൾ അവർ രണ്ടുപേരുടെ മുഖത്തുള്ള ഒരു ചിരി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ചിരിയാണ് കേട്ടോ. പാലടുക്കളയിൽ കൊണ്ടുവച്ച് വെറുതെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നെജാനെ കാണാഞ്ഞിട്ട് ബെഡ്റൂമിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടെങ്കിൽ ഇതേ രണ്ടെണ്ണം എണീച്ച് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കണ്ട കേട്ടോ. പിന്നെ അതിനോട് ഫാനൊക്കെ ഓഫ് ചെയ്ത് എണീച്ച് വരാൻ പറഞ്ഞ് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അത് തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ച് പിന്നെ അവർക്കുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഒഴിച്ച് പാലിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കും കേട്ടോ. ഞാൻ പാല് ഗ്യാസിലേക്ക് വെച്ച് വന്നത്തേലും മീൻകറി ഇവിടെ തിളയ്ക്കണ്ടായിരുന്നു കേട്ടോ. എന്താ വേണ്ടേ? ബിസ്ക്കറ്റ് രാവിലെ തന്നെയോ? നെജാടെ മെയിൻ പരിപാടി ആയിട്ടത് എണീച്ച് വരുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഏതെങ്കിലും പറഞ്ഞ പുള്ളിക്കാരിക്ക് വേണം. ബിസ്ക്കറ്റ് ഞാൻ മാക്സിമം കൊടുക്കാറില്ല കേട്ടോ. പിന്നെ പാല് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് ഓർത്ത് ആദ്യം അത് തൊടയില്ല കേട്ടോ. പിന്നെയുള്ള പണി പറയണ്ട, രണ്ടുപേരും പല്ലേപ്പിക്കണം. നെജാനെ പല്ലേപ്പിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടം പല്ലേക്കാൻ. ആദൂനെയാണ് ഭയങ്കര ടാസ്ക്. അവനക്ക് പേസ്റ്റൊക്കെ തൊടുമ്പത്തേലും ഒരു ഓക്കാനൊക്കെ വരലുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പല്ല് തേപ്പിച്ചെടുത്തു. അവരെ TV കാണാൻ ഇരുത്തിയിട്ട് ഞാൻ വാപ്പാക്കുള്ള ഓട്സ് വെള്ളമൊഴിച്ച് മാറ്റി വെക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ വാപ്പായി കാക്കായി രാവിലെ പോകും. അവർ കുടിച്ച ഗ്ലാസും ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ ഉണ്ടായി, അതെല്ലാം കഴുകി വെച്ചു.